അന്ന് വൈകിട്ട് വരെ ചേച്ചിക്ക് ഹാപ്പി ആയിരുന്നു. അപ്പം എല്ലാം സെറ്റായെന്ന് പറഞ്ഞിരുന്ന ചേച്ചിക്ക് അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്ന് ഷൈനി ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഷൈനി ചേച്ചിയുടെ മരിച്ചടക്കിന് ഇവിടുന്ന് ഷൈനി ചേച്ചിയുടെ ഒരു അനിയത്തി മാത്രം അവിടെ ഉണ്ട്. സ്വന്തം മകള് അല്ലെ സ്വന്തം പെങ്ങളുടെ മരിച്ചടക്കിന് വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ എങ്ങോട്ടേക്ക് മാത്രം, കാരണം വീട്ടിലെ ഫാദർ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളും വിഷമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ശക്തിയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം സർവൈവ് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നിട്ടാണ് ഷൈനി അന്ന് അവിടെ നിന്ന് പോയത്. ചേച്ചിക്ക് പിള്ളേരെ വീട്ടിൽ നിർത്തി പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ഹോസ്റ്റലിൽ അന്വേഷിച്ചു പോയത്. ആ ഫോൺ കണ്ടുപിടിക്കുക, അതിൽ നിന്നും നമുക്ക് പല കാരണങ്ങളും നമുക്ക് വ്യക്തമാണ്. എനിക്ക് ബാദ്രയിൽ ജോലി ശരിയായിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് കുട്ടികളെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനി മരണത്തിന് മുമ്പ് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്ത്. കരിങ്കുന്നത്തെ കുടുംബശ്രീ യൂണിറ്റിൽ നടത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും ഷൈനി പറയുന്നു. സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ലെന്നും വിവാഹമോചന കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരൂ എന്നും ഷൈനി പറയുന്നുണ്ട്. ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഷൈനി 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? നോബി വരാൻ നടക്കുക വെച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കൈവം തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? നിങ്ങളുടെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയുകയല്ലേ നിന്റെ ആവശ്യത്തിന് തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. അതെ, എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലന്മാരെത്തത് അടച്ചു തീർക്കും, അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. നോബിനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു. കോടതിയിലേക്ക് കൊടുത്താ? അത് കൊടുത്തു, അല്ലാതെ നമുക്ക് കിട്ടുമോ? അപ്പൊ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാ? ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ലല്ലോ, ഡൈവോഴ്സ് ആയി കിട്ടുമെന്നില്ലല്ലോ. SBI ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അതാണേലും പുള്ളിയുടെ പേരിൽ, എന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. പുള്ളി ഇപ്പൊ അടയ്ക്കുന്നില്ല, പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി അടയ്ക്കാന്ന് പറഞ്ഞു. ചേച്ചിക്ക് എന്തോ സംഭവിച്ചു. കുട്ടികളെ പോലും വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യം. വീട്ടുകാരെ ചോദ്യം ചെയ്യണം. ഒന്നടങ്കമാണ് ഈ ഒരു സ്ഥാപനത്തിലെ ഷൈനിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെന്ന് എടുത്തു പറയുന്ന ഒരേ ഒരു കാര്യം. ഇവിടെ വിരൽ ചൂണ്ടുന്നതും ഷൈനിയുടെ കുടുംബത്തെ കുറിച്ച് തന്നെയാണ്, ഷൈനിയുടെ വീട്ടുകാർ തന്നെയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഈ അടുത്ത് നമ്മൾ കുറെ കേൾക്കുന്നത്. ആ ഒരു ദുരൂഹത, അതായത് ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് പിന്നിൽ ഷൈനിയുടെ വീട്ടുകാർ തന്നെയാണ് കാരണക്കാരെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം, ഏറ്റുമാനൂരിലെ ഒരു അമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. ഷൈനിയും അവരുടെ 2 പൊന്നോമന മാലാഖ കുട്ടികൾ എന്ന് തന്നെ പറയാം. ഈ ഒരു സംഭവത്തിൽ ഷൈനിയുടെ അച്ഛനെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ട് ഈ ഒരു ഷൈനി ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമ രംഗത്ത് വന്നതും. ഷൈനിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കെയർ ഹോമിൽ 4 മാസം ജോലി ചെയ്തിരുന്നു ഈ ഒരു ഷൈനി. ജോലി നിർത്താൻ കാരണവും അച്ഛൻ കുര്യാക്കോസ് ആണെന്നാണ് ഈ ഒരു കെയർ ഹോം ഉടമയായ ഫ്രാൻസിസ് ജോർജും പറയുന്നത്. ഷൈനി ജോലിക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നാണ് കൂടെ വർക്ക് ചെയ്തിരുന്നവരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിലെ ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നും, ഷൈനി ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഷൈനിയുടെ അച്ഛൻ നിരന്തരം ഈ ഒരു കെയർ ഹോമിനെതിരെ വഴക്കുമായിട്ട് വരാറുണ്ടായിരുന്നു. അതായത് ഈ കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ നാട്ടുകാരെയും കൂട്ടി ഇയാൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. അതായത് ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും ഈ ഒരു സ്ഥാപനം പൂട്ടിക്കുമെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും മകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അച്ഛൻ തുടരെ ഇങ്ങനെ പരാതി നൽകിയപ്പോൾ ഷൈനിക്ക് അവിടെ രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ തന്നെ വന്നു. ഷൈനി സ്വന്തം വീട്ടിൽ തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ പറയുന്നതിന്. കുട്ടികളെ നിർത്താൻ ഹോസ്റ്റൽ വരെ അന്വേഷിച്ചു പോയതിന് പിന്നിലെ കാരണവും അതായിരിക്കുമല്ലേ. സ്വന്തം വീട്ടിലെ ഈ കുട്ടികളെ നിർത്തിയിട്ട് പോകാൻ ഷൈനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, ജോലി ശരിയായെന്ന് പറഞ്ഞു പോയ ഷൈനിക്ക് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഈ ഒരു സഹപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത് തന്നെ. വാർത്ത അറിഞ്ഞപ്പം രാവിലെ ഞങ്ങൾ ന്യൂസ് കേട്ടു, ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ വീട്ടിൽ നിന്ന്. അപ്പം ഓക്കെ, അതങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഫോൺ കോൾ വരുന്നത്. ഞാനന്ന് ഓഫായിരുന്നു. അപ്പോൾ അത് ഷൈനി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഇളയ മകളുടെ മുഖം മനസ്സിൽ നിന്ന് വന്നിട്ട് പിന്നെ അതങ്ങ് മായുന്നില്ല. അന്ന് വൈകുന്നേരം തുടങ്ങിയ തലവേദന ശരിക്കും ഞങ്ങൾക്ക് കുറേ പേരുണ്ട് സ്റ്റാഫ്, ഇപ്പോഴും ശരിയായ ഉറക്കം കിട്ടാത്തവരുണ്ട്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴേ ഇവരുടെ മുഖമാണ് ഞങ്ങളുടെ മനസ്സിൽ. ഷൈനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എങ്ങനെയായിരുന്നു? മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നോ? ഷൈനി ചേച്ചി, ഞാൻ നഴ്സിംഗ് സ്റ്റാഫ് അല്ല, അപ്പം നൈറ്റൊക്കെ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പം ചേച്ചി ജോലി ചെയ്യുമ്പോൾ നന്നായിട്ട് ജോലിയിൽ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരുടെ അടുത്തും എനിക്ക് ഇന്ന ആളുടെ ഓരോരുത്തർക്ക് അസൈനുണ്ട്. അപ്പം എൻ്റെ പേഷ്യൻ്റ് ആണെന്നുള്ള നോട്ടമൊന്നുമില്ല. 3 ഫ്ലോറിലും ചേച്ചി പോയി എല്ലാവരുടെ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും. ജോലിയിൽ നല്ല ഇതായിരുന്നു.
ഇപ്പോൾ നഴ്സിംഗ് പൂർത്തിയാക്കിയ ഒരാളാണ്, പക്ഷെ അവർക്ക് ജോലി കിട്ടാത്തത് കൊണ്ടാണ് കെയർ ഹോമിലേക്ക് വന്നത്. അവർ ജോലിയിൽ ആത്മാർത്ഥതയുള്ള ആളായിരുന്നു എന്ന് തന്നെയല്ലേ പറയുന്നത്? അതെ അതെ, ജോലിയിൽ ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളും വീട്ടിലും ഉണ്ടായിരുന്നിട്ട് പോലും ജോലിയിൽ അത് ഏതെങ്കിലും തരത്തിൽ ജോലിയിൽ ബാധിച്ചിട്ടില്ല ചേച്ചിയുടെ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം ആയിരുന്നു. പക്ഷെ ഉള്ളു തുറന്ന് അധികം സംസാരിക്കില്ലായിരുന്നു, ഗ്ലൂമി ആയിരുന്നു. ഒരു മാസം കഴിഞ്ഞ് ഞങ്ങളോട് വളരെ സ്നേഹത്തോടും ഹാപ്പി ആയിരുന്നു. പക്ഷേ ഒത്തിരി പ്രശ്നങ്ങൾ ഞാനും നൈറ്റ് ചെയ്യാറില്ല, നൈറ്റ് ചെയ്യുന്നവരോട് ഈ ജോലി ലഭിക്കുന്നില്ല എന്നുള്ള ആ ബുദ്ധിമുട്ടുകൾ, വേദനകൾ നിങ്ങളോട് പറഞ്ഞിരുന്നു? അതായത് പല ഹോസ്പിറ്റൽസിലും ഞാൻ പോയി, പക്ഷേ ജോലി ലഭിക്കുന്നില്ല എന്നുള്ള ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു? ഇവിടുന്ന് പോയതിന് ശേഷമാണ് പല ഹോസ്പിറ്റലുകളിൽ പോയത്. നേരത്തെ കാരിത്താസ് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവിടുന്ന് പോയതിന് ശേഷമാണ് മറ്റുള്ള ഹോസ്പിറ്റലിൽ വേക്കൻസി അന്വേഷിച്ച് പോയെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇപ്പോൾ ഈ കെയർ ഹോമിനോട് തൊട്ട് ചേർന്നാണ് അവരുടെ വീട്. അപ്പോൾ ആ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പരിചയം കാണുമല്ലോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ വരുമോ, ഇവിടെ എല്ലാ പരിപാടിക്കും ആ കുഞ്ഞുങ്ങൾ വരും. റിപ്പബ്ലിക് ഡേ പതാക ഉയർത്തുമ്പോഴെല്ലാം ആ കുഞ്ഞുങ്ങൾ വരുമായിരുന്നു. ഇവിടെ ഈ അപ്പച്ചന്മാരും അമ്മച്ചന്മാരെ പുറത്തിറക്കി ഇരുത്തുമ്പോഴെല്ലാം ആ കുഞ്ഞുങ്ങൾ വരും. ഇനി ആ പൊക്കത്തിലിരുന്നപ്പോഴും ഡാൻസ് കളിക്കും. ഞങ്ങൾ ഇവിടെ അടുത്ത് തയ്യൽ ഒക്കെ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ കൂട്ടായിട്ട് വരുമോ. ആ കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവായ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല? ഒരിക്കലും അറിയില്ലായിരുന്നു. അത്രയും ജീവിതം അവസാനിപ്പിക്കാൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അവർക്ക്? അതറിയില്ല. ഇവിടുന്ന് പോയതിനു ശേഷം കുറെ നാളുകൾ കഴിഞ്ഞു സ്വന്തം മകളുടെയും കൊച്ചുമകളുടെയും ശരീരഭാഗങ്ങളൊക്കെ പെറുക്കി കൂട്ടിയ കഷ്ണങ്ങൾക്ക് മുന്നിൽ പോലും അവരുടെ പക, കുടുംബത്തിന്റെ പക വെച്ചു പുലർത്താൻ ആ ഒരു മാതാപിതാക്കൾക്കും അതുപോലെ സഹോദരങ്ങൾക്കും കഴിഞ്ഞുവെങ്കിൽ പിന്നെ ആ വീട്ടിലെ ഷൈനിക്ക് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. അച്ഛനും ബാക്കിയുള്ള സഹോദരങ്ങളും ഒഴിവായി കിട്ടിയത് നന്നായി എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തായാലും 7 തലമുറ കഴിഞ്ഞാലും കുടുംബത്തിന് ഈ ഒരു ശാപം പോകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മുടെ സമൂഹത്തിലെ പെൺമക്കൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അന്യരായി കാണുന്ന മാതാപിതാക്കളാണ് ഏറെയും പേരുള്ളത്. എല്ലാവരും അല്ല കേട്ടാ, കുറച്ചു പേരെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതാണ് നമ്മുടെ സമൂഹം. ശരിക്കും സ്വന്തം ഭർത്താവിന്റെ വീട്ടിലെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് 9 മാസത്തിന് മുൻപേ ഷൈനി മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് വന്നത്. എന്നാൽ വീട്ടിൽ വന്ന അവസ്ഥയോ ഷൈനിയുടെ ഭർത്താവിനേക്കാളും ദുഷ്ടനാണ് അവരുടെ അച്ഛൻ എന്നല്ലേ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നതും. പ്രത്യേകിച്ചും ആ ഒരു CCTV ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആ ഒരു അമ്മ ഇളയ കുട്ടിയെ നിർബന്ധിച്ചു കൊണ്ടാണ് പോകുന്നത്, വലിച്ചു കൊണ്ടുപോകുന്നത്. അതൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ കുട്ടി അമ്മയുടെ കയ്യിൽ പിടിച്ച് പിറകോട്ട് വലിക്കുന്നതൊക്കെ നമുക്കതിൽ കാണാമായിരുന്നു. ട്രെയിനിന്റെ മുമ്പിലേക്കാണ് തന്നെ കൊണ്ട് പോകുന്നതെന്ന് അറിയാമായിരുന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അല്ലേ? ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയതിനു ശേഷം നിങ്ങൾ തമ്മിൽ അങ്ങനെ കോൺടാക്ട് പിന്നെ ഉണ്ടായിരുന്നില്ലേ? ഞാനുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടാത്തതിൽ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ സർവൈവ് ചെയ്യാനായിട്ട് NCLEX സാറിന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലും ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം വീട്ടിൽ ഫാദർ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളും വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങും അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നതുകൊണ്ട് പിന്നെ NCLEX സാറിന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം, അതിൻ്റെ ഇതായിട്ട് എവിടെയെങ്കിലും അമേരിക്കയിൽ എവിടെയെങ്കിലും പോകാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, വിദേശത്ത് പോയി ജീവിതം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ജോലി കൊണ്ട് ആ പെൺകുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി മാറിയായിരുന്നു, ഹാപ്പി ആയിരുന്നു. അത്യാവശ്യം സാലറി ഉണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ ഈ ജോലി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട്ടിലേക്ക് അവർക്ക് ഒരിക്കലും വരില്ലായിരുന്നു. കാരണം ജീവിതം കുറച്ചും കൂടി ഹോപ്പ്ഫുൾ ആയിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ആളെക്കുറിച്ച് പേഴ്സണലി നിങ്ങൾക്ക് ഓർക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി? ഞങ്ങൾക്ക് അല്ലാതെ ഒരു കാര്യം പറയാനുള്ളത്, അന്ന് വൈകിട്ട് വരെ ചേച്ചി ഹാപ്പി ആയിരുന്നു. അപ്പം എല്ലാം സെറ്റായി എന്ന് പറഞ്ഞിരുന്ന ചേച്ചിക്ക് അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അന്ന് രാത്രി എന്താ പറ്റിയത്? ഷൈനി ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോൺ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് പല കാരണങ്ങളും നമുക്ക് വ്യക്തമാണ്. അപ്പം ആദ്യം ആ ഫോൺ കണ്ടുപിടിക്കുക, വീട്ടുകാരെ ചോദ്യം ചെയ്യുക. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. അന്ന് ചേച്ചി പിള്ളേർക്ക് ഹോസ്റ്റലിൽ ശരിയായി, ചേച്ചിയുടെ ബാന്ദ്രയിലോ എവിടെ ജോലി ശരിയായി എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞ് അന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. സോ അതായത് ഓക്കെ, കുട്ടികളെ ഹോസ്റ്റലിൽ ശരിയായി, ചേച്ചിക്ക് പിള്ളേരെ വീട്ടിൽ നിർത്തി പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ഹോസ്റ്റലിൽ അന്വേഷിച്ചു പോയത്. അങ്ങനെ ഒരു അതെന്താ സാഹചര്യം എന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതെല്ലാം ശരിയായെന്ന് പറഞ്ഞ ചേച്ചി ആത്മഹത്യയെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് കൂടി പോലീസ് ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ ഒരു മൊഴി രേഖപ്പെടുത്തിയിരുന്നോ? ഇല്ല. ഇപ്പോൾ നിങ്ങളോട് ചേർന്നാണല്ലോ ഇവരുടെ വീടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വഴക്കിൻ്റെയോ മറ്റോ ബഹളങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നും കേട്ടിട്ടില്ല. അവിടുന്ന് ഒരു ഒച്ചയും പുറത്തോട്ട് വരാറില്ല. സ്വന്തം വീട്ടിലാകുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ജോലി കിട്ടുന്നവരെ സ്വന്തം വീട്ടിൽ പിടിച്ചെടുക്കാൻ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഉണ്ടായി കാണത്തില്ല. അതുകൊണ്ടാണല്ലോ ചേച്ചി അവിടുന്ന് വന്നിട്ട് 9 മാസമായ ചേച്ചി 9 മാസം വരെ പിടിച്ചു നിന്നെങ്കിൽ പിന്നെ എന്ത് പറ്റി ചേച്ചിക്ക്? എന്തായാലും ഈ ഒരു മരണത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിനെ വിശദമായിട്ട് ഒരു അന്വേഷണം തന്നെ വേണം. എന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് സാധിക്കാം. കഴിഞ്ഞ ദിവസം വരെയും ഷൈനിയുടെ ഫോണ് കിട്ടിയിട്ടില്ലായിരുന്നു. ഫോൺ വീട്ടുകാർ കൊടുക്കാത്തതാണോ എന്താണെന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഷൈനിയുടെ ഫോൺ കണ്ടെത്തുകയും അതും ഷൈനിയുടെ കട്ടിലിനടിയിലായിരുന്നു ആ ഒരു ഫോൺ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇതിൽ
ഈ ഒരു മരണത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും ആ ഒരു ഫോൺ റിക്കവർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എനിക്ക് തോന്നുന്നു അതിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആ ഒരു ഫോണിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഷൈനി ജീവിച്ചിരുന്നപ്പോൾ ഷൈനിക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷൈനിയുടെ വില എല്ലാവരും മനസ്സിലാക്കുന്നത്. അത് സമൂഹം അങ്ങനെയാണല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു ആളിന്റെ ആ ഒരു വ്യക്തിയുടെ വില മനസ്സിലാകില്ല. പക്ഷെ മരിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ വില എന്താണെന്നുള്ള സമൂഹത്തിന് തിരിച്ചറിയുന്നത്. അത് അങ്ങനെയാണല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ വിലയില്ലാത്തവർക്ക് മരണശേഷമാണ് വിലയുള്ളത്. ഈ ഷൈനിയുടെ മിക്ക വോയിസ് കേട്ടതിൽ വെച്ച് ഷൈനി ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരുടെ ഓരോ വോയിസിലും ജീവിക്കാനുള്ള ഒരു ആഗ്രഹത്തെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒറ്റ പ്രാവശ്യം പോലും പുള്ളിക്കാരി ഒരു വിഷമസ്ഥിതിയിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നില്ല. പുള്ളിക്കാരിക്ക് ജീവിക്കണം, മക്കളെ കൊണ്ട് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ എവിടെ ജോലിയുണ്ടോ അങ്ങനെയെല്ലാം പുള്ളിക്കാരി പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും പുള്ളിക്കാരി കണ്ടുകൊണ്ടിരുന്നത്. ഇവിടുത്തെ അന്തേവാസികളോടൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേച്ചിനെ. ബേസിക്കലി ആള് വളരെ ഒരു പാവമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും കൂടിയ പീഡനങ്ങൾ ഉണ്ടായിട്ട് അവിടെ സഹിച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഹോസ്റ്റൽ ശരിയായി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അവര് അന്ന് ഷൈനി ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഹോസ്റ്റൽ അന്വേഷിച്ച് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, ഷൈനിക്ക് ബാദ്രയിൽ ജോലി ശരിയായിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് കുട്ടികളെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ കുട്ടികളെ എങ്ങോട്ടേക്ക് മാറ്റണം, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാണ് അന്വേഷിച്ച് വന്നിരുന്നത്. അപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ചു, പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അപ്പോൾ മിക്കയിടത്തും ഇത് കുട്ടികൾക്ക് പ്രായത്തിൽ ചെറുതായതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യാതെ വന്നു. പക്ഷേ ഹോളിക്രോസ് സ്കൂളുകാർ അവിടെ ഒരു ഹോസ്റ്റൽ സ്ഥിരമായിട്ടില്ലെങ്കിലും അവർ സമ്മതിച്ചിരുന്നു. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലാസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ കോൺവെൻറ്റും ഞങ്ങളുടെ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പം അവർ ഓൾറെഡി അത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് പിന്നെ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം ഷൈനി എല്ലാ കാര്യങ്ങളിലും ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആ ഒരു പ്രകോപനം എന്താണെന്ന് അറിയത്തില്ല. ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ചേച്ചി എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ? ഷൈനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്ന് പോലും തോന്നിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലൂടെ എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും അതിന് വേണ്ടിയിട്ട് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ശക്തിയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം സർവൈവ് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നിട്ടാണ് ഷൈനി അന്ന് അവിടെ നിന്ന് പോയത്. ഷൈനി ചേച്ചിയുടെ മരിച്ചടക്കിന് ഇവിടുന്ന് ഷൈനി ചേച്ചിയുടെ ഒരു അനിയത്തി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ഒരാൾ അനിയത്തി. അവർ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകളോ അല്ലെ സ്വന്തം പെങ്ങളുടെ മരിച്ചടക്കിന് വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല. ഞങ്ങൾ അവിടെ എത്ര മക്കളാണ്? ഷൈനി കൂടാതെ? ഷൈനി ചേച്ചി കൂടാതെ 4 പേര്, 2 ആണും 3 പെണ്ണും. അതിലൊരു അനിയത്തിയാണ് അവിടെ മരിച്ചടക്കിനുണ്ടായിരുന്നത്. ആ മകൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് വീഡിയോയിലൊക്കെ കാണാം. വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പനോ അമ്മയോ ഒന്നും ആ ചടങ്ങിൽ ആ പള്ളിയിൽ പോകായിരുന്നു അവർക്ക്. അപ്പോൾ കൂടെ പോയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അവിടെയുള്ള ബാക്കി മക്കൾ വിദേശത്ത് ജോലി നാട്ടിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതെ, ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലും പള്ളിയിലെ ചടങ്ങുകൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു അവരാരും അച്ഛനും അമ്മയും പങ്കെടുത്തില്ല. ഇല്ല, ഒരു സഹോദരി മാത്രമാണ്. സഹോദരി മാത്രമുള്ളായിരുന്നു. ഷൈനി ചേച്ചിയുടെ ഫോൺ കണ്ടുപിടിക്കണം. ആ ഫോണിൽ എന്തെങ്കിലും തെളിവുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ അത് കാണാതെ പോയത്. അപ്പം അത് ഏത് രീതിയിലാണെങ്കിലും സത്യം തെളിയണം. എന്താണ് ഈ ആത്മഹത്യ ചെയ്തതിന്റെ തലേന്ന് ഷൈനിയെ ഈ നോബി ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി നോബി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. മദ്യലഹരിയിൽ വിളിച്ച നോബി ഷൈനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ് കണ്ടെത്തൽ. വിവാഹമോചന കേസിൽ സഹകരിക്കില്ല എന്നും കുട്ടികളുടെ പഠന ചെലവ് നൽകില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. നോബിയുടെ പിതാവിന്റെ ചികിത്സയ്ക്കായി എടുത്ത വായ്പയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് നോബി സമ്മതിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഷൈനിയും കുടുംബശ്രീ പ്രസിഡന്റും തമ്മിൽ നടത്തിയ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ഒരു കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ല എന്നും നോബി പണം തരാത്തത് കൊണ്ടാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നൊക്കെ ഷൈനി ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ പോലീസിലെ പരാതി നൽകിയിരുന്നത്.